നേരത്തെ സ്മിത ഓർമ്മിപ്പിച്ചത് നന്നായി. കാരണം ക്രിസ്റ്റീന കുക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ചാന്ദ്ര ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ വനിത എന്ന ഖ്യാതി ഇനി ക്രിസ്റ്റീന കുക്കിനാണ്. 1960കളിലും 70കളിലും ഒക്കെ നടന്ന ചാന്ദ്രദൗത്യങ്ങളിൽ ഒരു വനിത പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്രിസ്റ്റീന കുക്ക് ചാന്ദ്രദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതയായി മാറുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് റെക്കോർഡുകളും ഒരുപാട് പുതിയ നാഴികക്കല്ലുകളും ഒക്കെ പൂർത്തിയാക്കിയാണ് നേടിക്കൊണ്ടാണ് ഈ ആർട്ടിമിസ് 2 എന്ന ദൗത്യം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതിന്റെ പരിസമാപ്തിയിലെ ഏറ്റവും അവസാന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 4ാമത്തെ യാത്രികനെയും എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഹെലികോപ്റ്റർ USS മുത്തൂർ എന്ന ആ കപ്പലിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അല്പസമയത്തിനകം കപ്പലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകും. ക്രിസ്റ്റീന ആൻഡ് സ്മിത. ഇനിയിപ്പോ ഇവരെ ഈ പറയുന്ന ജോൺ സ്പേസ് സെന്ററിലേക്കാണോ മാറ്റുന്നത്? അതിനുശേഷം അവിടെ വൈദ്യ പരിശോധനകൾ, ഇനി ഭൂമിയുടെ അന്തരീക്ഷവുമായി തിരികെ താതാത്മ്യം പ്രാപിക്കാനുള്ള ചില കാര്യങ്ങൾ, അതിനുശേഷം എപ്പോഴായിരിക്കും അവരുടെ ഒരു വാർത്താ സമ്മേളനം? കാരണം നമ്മളൊന്നും കാണാത്ത, കേട്ടറിവ് മാത്രമുള്ള ചന്ദ്രന്റെ ആ മറുപുറത്തെക്കുറിച്ച് അവരുടെ സ്വന്തം വാക്കുകളിലൂടെ കേൾക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ സമയം നാസ ഇതുവരെ പറഞ്ഞിട്ടില്ല. വാർത്താ സമ്മേളനം ഉണ്ട്. നമുക്ക് വീണ്ടും ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കപ്പലിലേക്ക് ഇപ്പോൾ ആദ്യത്തെ ഹെലികോപ്റ്റർ വന്ന് അവിടെ ലാൻഡ് ചെയ്യുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോവാം. ഹെലികോപ്റ്റർ വന്ന് USS മുത്തൂർ എന്ന് പറയുന്ന USS നേവി ടീമിന്റെ ഷിപ്പിൽ അത് ലാൻഡ് ചെയ്യുകയാണ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. അതിൽ നിന്നും ഇറങ്ങുന്ന യാത്രികരെ നമുക്ക് അല്പ സമയത്തിനകം കാണാം. 4 ഹെലികോപ്റ്ററുകളും ഒരുമിച്ച് ലാൻഡ് ചെയ്ത ശേഷമായിരിക്കും 4 പേരെയും പുറത്തേക്ക് ഇറക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഇവരുടെ ആദ്യ വൈദ്യ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഒരു പ്രാഥമിക മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞു. ഇനി വിദഗ്ധമായ പരിശോധന ഈ കപ്പലിൽ വെച്ചുണ്ടാകും. പിന്നീട് ഹ്യൂസ്റ്റണിലേക്ക് മാറ്റും എന്നാണ് നേരത്തെ നാസ അറിയിച്ചത്. ഹ്യൂസ്റ്റണിന്റെ നാസ ആസ്ഥാനത്തിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചത്. അവിടെ അവർക്കൊരു ക്വാറന്റൈൻ ഉണ്ടാകും എന്ന് നേരത്തെ അറിയിച്ചത്. എത്ര ദിവസത്തേക്കോ എത്ര മണിക്കൂറുകളിലേക്കോ എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം സ്വാഭാവികമായിട്ടും ഭൂമിക്ക് പുറത്തു പോയി തങ്ങി വരുന്ന ആളുകളാണ്, ബഹിരാകാശത്ത് കഴിഞ്ഞ ആളുകളാണ്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷവുമായി ഒന്ന് ഇഴുകിച്ചേരാൻ അവർക്ക് സമയം വേണ്ടിവരും. പക്ഷേ ഒരുപാടൊന്നും വേണ്ടിവരില്ല എന്ന് അറിയാം. ഇവർക്ക് കൃത്യമായ പരിശീലനം ലഭിച്ചവരാണെങ്കിൽ കൂടി ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം അത് കുറച്ചൊക്കെ അവർക്ക് അനുഭവപ്പെടും. അതിൽ നിന്നും ഒന്ന് ഓക്കെ ആവാൻ കുറച്ച് പ്രാക്ടീസുകളും കുറച്ച് പരിശീലനങ്ങളും കുറച്ച് വ്യായാമ മുറകളൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. USS മുത്തൂറിന്റെ മറ്റൊരു ഭാഗത്തുനിന്നുള്ള മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യം കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അവിടേക്ക് ലാൻഡ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന അടുത്ത ഹെലികോപ്റ്റർ കൂടി ദൃശ്യങ്ങളിൽ കാണാം. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2 മണിക്കൂർ നേരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ സ്പ്ലാഷ് ഡൗൺ ആണെങ്കിലും അതിനുശേഷം സംഭവിച്ച റിക്കവറി ആണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും എല്ലാം അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. എന്തായാലും അത് കൃത്യമായി തന്നെ നാസ നൽകുന്നുമുണ്ട്. അത് നമ്മളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുമുണ്ട്. ഇപ്പോൾ അടുത്ത ഹെലികോപ്റ്റർ കൂടി ലാൻഡ് ചെയ്യുന്നു. ഇതൊരു USS മുത്തൂർ എന്ന കപ്പലാണ്, ഷിപ്പാണ്. അതിലേക്കാണ് ഇപ്പോൾ ഈ 3 ഹെലികോപ്റ്ററുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ഹെലികോപ്റ്ററിനായുള്ള കാത്തിരിപ്പാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പ്രോട്ടോകോൾ അത് പാലിച്ചുകൊണ്ട് ഈ യാത്രികരെ ഓരോരുത്തരെയായി പുറത്തേക്കിറക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അവരുടെ കുറച്ചുകൂടി അടുത്തുനിന്നുള്ള വിഷ്വലുകൾ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഒരു വലിയ നാഴികക്കല്ല് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു മനുഷ്യകുലം എന്ന് പറയാം. അരനൂറ്റാണ്ടിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാഴ്ച നമ്മൾ കാണുന്നത്. ചന്ദ്രനിലേക്ക് പോയി മടങ്ങിയെത്തുന്ന മനുഷ്യർ, ചന്ദ്രനെ കണ്ട് മടങ്ങിയെത്തുന്ന മനുഷ്യർ. പക്ഷേ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വൈപ്പുകളിൽ കാണാം സീ യു മൂൺ, സീ യു സൂൺ. അതായത് വീണ്ടും ചന്ദ്രനെ കാണാൻ പോവുകയാണ്. വരും വർഷങ്ങളിലൊക്കെ തന്നെ തുടർ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങളിൽ കൂടുതൽ പുതിയ ആളുകൾ, പുതിയ മനുഷ്യർ ചന്ദ്രനിലേക്ക് പോവുകയും ചെയ്യും. അതെല്ലാം തന്നെ നേരത്തെ തന്നെ നാസ വ്യക്തമാക്കിയതുമാണിത്. ഇപ്പോൾ 4 ഹെലികോപ്റ്ററുകളും അവിടെ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ലഭിച്ച മുറയ്ക്ക് അവിടെ എക്സ്പേർട്ടുകൾ ഇടപെടുന്നു. ഈ യാത്രികരെ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവുക. ഈ ഹെലികോപ്റ്ററിനകത്ത് ഓറഞ്ച് സ്യൂട്ടിലുള്ളതാണ് നമ്മുടെ യാത്രികർ. അവർ ആ സ്യൂട്ട് ധരിച്ചാണ് ഈ ലാൻഡിങ്ങിലും ഒപ്പം ലോഞ്ചിങ്ങിലും പങ്കെടുത്തത്. അതവരുടെ സെക്യൂരിറ്റി സ്യൂട്ട് കൂടിയാണ്.
യെസ്, അടുത്ത നാലാമത്തെ എത്തിയിരുന്നില്ല, നാലാമത്തെ ഹെലികോപ്റ്റർ കൂടി എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ തെറ്റി പറഞ്ഞാണ്. മൂന്നാമത്തെ ഹെലികോപ്റ്റർ വന്ന ശേഷം ഇപ്പോൾ നാലാമത്തെ ഹെലികോപ്റ്റർ കൂടി എത്തുന്നു. അത് അവിടെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഹെലികോപ്റ്റർ. അങ്ങനെ 4 ഹെലികോപ്റ്ററുകളും അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. യെസ്, അങ്ങനെ 4 ഹെലികോപ്റ്ററുകളിലായി 4 യാത്രികർ ഈ കപ്പലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ എന്തൊക്കെ പ്ലാൻ ചെയ്തോ അത് അതേപോലെ വളരെ അക്യുറേറ്റ് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ച ശേഷം പിന്നീട് കുറച്ച് മിനിറ്റുകൾ ഒരു ഡിലേ ഉണ്ടായിരുന്നു. കൃത്യമായി ഇവരുടെ ലൊക്കേഷനിലേക്ക് എത്താൻ കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഉടനീളം ഈ ദൗത്യത്തിൽ എവിടെയും ഉണ്ടായില്ല എന്നത് അത്ഭുതം തന്നെയാണ്. അതാണ് ശാസ്ത്രത്തിന്റെ വളർച്ച, അതാണ് ശാസ്ത്രം എന്നുകൂടി പറയാം. ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ 4 ഹെലികോപ്റ്ററുകൾ വന്നു കഴിഞ്ഞു. അതിൽ നിന്നും ഇനി ആരാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങുക, ആരെയാണ് പുറത്തേക്ക് ഇറക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അവരെന്ത് പറയുന്നു, അവരുടെ ആദ്യ പ്രതികരണം ലഭിക്കുമോ എന്നൊക്കെ നമുക്ക് വലിയ ആകാംക്ഷയുണ്ട്. അതിനായുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും രസകരമായ ഒരുപാട് സംഭവങ്ങൾ. ഇപ്പം നേരത്തെ റൈസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു റൈസ് എന്ന് പറയുന്ന ഈ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ, അതിൽ നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകൾ ഒരു മെമ്മറി കാർഡിൽ നൽകി കൊണ്ടുവിട്ടതുപോലെ തന്നെയാണ് ഇവരുടെ ഓരോ ദിവസത്തെയും ഫ്ലൈറ്റ് ഡേ ആരംഭിക്കുന്നത്. അതായത് ഫ്ലൈറ്റ് ഡേ 1, ഫ്ലൈറ്റ് ഡേ 2, അങ്ങനെ ഫ്ലൈറ്റ് ഡേ 10. ആ 10ലാണ് ഇപ്പോൾ ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചത്. ഓരോ ഫ്ലൈറ്റ് ഡേയും ആരംഭിക്കുന്നത് ഓരോ പാട്ടിലാണ്. അതായത് നേരത്തെ തന്നെ കൺട്രോൾ സെന്റർ, ഈ മിഷൻ കൺട്രോൾ സെന്റർ നിശ്ചയിച്ച ഒരു സെറ്റ് ഓഫ് സോങ്സ് ഉണ്ടായിരുന്നു. ആ സോങ്ങുകൾ ഓരോന്നായി ഓരോ ദിവസവും പ്ലേ ചെയ്യും. അതിലാണ് തുടങ്ങുന്നത് ദിവസം. ആ സോങ് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ടിലാണ് ഇവർ ഉണരുക, ഈ 4 പേരും ഈ പേടകത്തിൽ. അങ്ങനെ പിന്നീട് ഓരോരുത്തർക്കും ഏൽപ്പിച്ച ജോലികൾ അവർ ചെയ്തു തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു ജേർണി അവർക്ക് സമ്മാനിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊന്ന്. ഈ അത്രയും കോംപ്ലിക്കേറ്റഡ് എന്ന് നമ്മൾ കരുതാവുന്ന ചില കാര്യങ്ങളിൽ സംഭവിക്കുന്ന കൗതുകകരമായ മറ്റു ചില കാര്യങ്ങൾ കൂടി. അതാണ് ഇപ്പോൾ ഒരു പാട്ട് കേട്ടുണരുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ ക്രിസ്ത്യൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റൈസ് എന്ന പാവക്കുട്ടി, അതൊക്കെ തന്നെ വലിയ കൗതുക വാർത്തകളുമാകുന്നു. ഇതിന്റെ ഒരു കൗതുകവും അത് തന്നെയാണ്. അതിസങ്കീർണമായ കാര്യങ്ങളെ ഏറ്റവും ലളിതമായിട്ട് അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. പ്രജിൻ ഇപ്പോൾ അത് വിവരിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് അല്ലെ. ഒരു പാട്ട് കേൾക്കുന്ന അത്രയും ലളിതമായി മനോഹരമായി അവതരിപ്പിക്കുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സയൻസിനോട് ഒരു വിമുഖത, ശാസ്ത്രത്തോടൊരു വിമുഖതയുള്ള സയൻസ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അവർ പോലും അത്രയും കൗതുകത്തോടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ആക്യുറസിയാണ്. ഏപ്രിൽ 1 മുതൽ അത് കൃത്യമായി അച്ചട്ടായി കൃത്യമായി കാര്യങ്ങൾ ഓരോന്നും ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഒക്കെ എന്തെങ്കിലും ചില മാറ്റങ്ങൾ അല്ലാതെ ബാക്കിയെല്ലാം കൃത്യമാണ് എന്നുള്ളത്. ഓരോ കാര്യത്തിലെയും സംവിധാനപരമായ കൃത്യത, അതേപോലെ തന്നെ പ്ലാനിങ്ങിലുള്ള കൃത്യത, അതൊക്കെ നമുക്ക് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.